ശ്രീ ചൈതന്യ മഹാപ്രഭു ഭഗവാൻ തന്നെ നേരിട്ട് ശ്രീ ചൈതന്യ മഹാപ്രഭുവായിട്ട് വരുമ്പോൾ അദ്ദേഹം വളരെയധികം ലിറ്ററേച്ചർ ശാസ്ത്രങ്ങളൊന്നും എഴുതിയിട്ടില്ല. അദ്ദേഹം ആകെ എഴുതിയത് 8 ശ്ലോകങ്ങളാണ്. അതിലൊരു ശ്ലോകമാണ്, അതിലെ ആദ്യത്തെ ശ്ലോകം ചേതോദർപ്പണമാർജനം ഭവമഹാദാവാഗ്നി നിർവാപണം ക്ഷയക്കൈരവചന്ദ്രികാ വിതരണം വിദ്യാവധോ ജീവനം ആനന്ദാംബുതിവർദ്ധനം പ്രതിപദം പൂർണ്ണാമൃതസ്വാദനം സർവാത്മസ്നാപനം പരം വിജയതേ ശ്രീകൃഷ്ണ സങ്കീർത്തനം. സാധാരണഗതിയില് ഇസ്കോണില് പ്രഭുപാദർ നിർദ്ദേശിച്ചിട്ടുള്ളത് രാവിലെ ജപിക്കുന്നതിന് മുമ്പായിട്ട് ഈ ശിക്ഷാഷ്ടകം ജപിക്കണം എന്ന് പറയുന്നു. ശിക്ഷാഷ്ടകം നോക്കിയാൽ ഒന്ന് വായിച്ചു കഴിഞ്ഞാല് നമുക്ക് അതിന്റെ ആ മൂഡ്, ജപിക്കുന്നതിന്റെ ആ മൂഡ്, ആ എന്താ പറയാ, നമുക്ക് കിട്ടും നന്നായിട്ട്. അതായത് ഹരേ കൃഷ്ണ മഹാമന്ത്രം എന്താണ് എന്നാണ് ഈ ശിക്ഷാഷ്ടകത്തിൽ പറയുന്നത്. ഹരേ കൃഷ്ണ മഹാമന്ത്ര ജപം കൊണ്ടുള്ള പ്രയോജനം എന്താണെന്ന് ആദ്യത്തെ ശ്ലോകത്തിൽ പറയുന്നു. ചേതോദർപ്പണ മാർജനം. മനസ്സെന്ന് പറയുന്ന ഒരു കണ്ണാടി പോലെയാ. നമ്മുടെയൊക്കെ ജീവിതം നമ്മുടെ മനസ്സിന്റെ ചിന്തകളുടെ ആകത്തുകയാണ്. അപ്പോ ഈ മനസ്സാണ് എല്ലാ പ്രവൃത്തികൾക്കും, നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും കാരണം. ബാക്കിയുള്ളവരും നമ്മളെ ജഡ്ജ് ചെയ്യുന്നത് നമ്മുടെ മനസ്സിലിരിപ്പ് കൊണ്ടാണ്, അല്ലേ? അതുകൊണ്ട് അതുപോലെയാണോ നമ്മൾ പ്രവർത്തിക്കുക. അപ്പൊ മനസ്സിൽ എന്താ ഉള്ളത് എന്ന് വെച്ചാല് എത്രയോ ജന്മങ്ങൾ കൊണ്ട് അടിഞ്ഞു കൂടിയിട്ടുള്ള അഴുക്കുകളുണ്ട്. അതാണ് ഏറ്റവും വലിയ ചലഞ്ച്, ഏറ്റവും വലിയ ശത്രു, ഏറ്റവും വലിയ എന്താ പറയാ വെല്ലുവിളി. അതാണ് ഈ അഴുക്ക് നീക്കുക. നമ്മുടെ ശത്രു നമുക്ക് പുറത്തല്ല എന്നർത്ഥം. നമ്മുടെ മനസ്സിൽ തന്നെ അടിഞ്ഞുകൂടി കിടക്കുന്ന എത്രയോ ജന്മങ്ങൾ കൊണ്ട് സമ്പാദിച്ചു വെച്ചിട്ടുള്ള ആ ഒരു ചിന്തകളും ഒക്കെയാണ് നമ്മുടെ മനസ്സിൽ അടിഞ്ഞുകൂടി കിടക്കുന്നത്. ഇതിനെ മാറ്റിയാലേ നമുക്ക് ശരിക്കും അടിഞ്ഞുകൂടി കിടക്കുന്ന അഴുക്കിനെ, കാമം, ക്രോധം, ലോഭം, മോഹം എന്നൊക്കെ നമ്മൾ പൊതുവെ അതിനെ പറയാറുണ്ട്. പക്ഷെ അത് അത്ര സിമ്പിൾ അല്ല. കാമം, ക്രോധം, ലോഭം, മോഹം എന്നൊക്കെ പറയുന്നത് അത്ര സിമ്പിൾ അല്ല. വളരെയധികം ആ ഇംപ്രഷൻ മനസ്സിൻ്റെ ഉള്ളിൽ അങ്ങനെ പതിഞ്ഞു കിടക്കുകയാണ്. അപ്പൊ അതിനെ മാറ്റണമെന്നുണ്ടെങ്കിൽ എളുപ്പമല്ല. അതിനെ ഭഗവാൻ വിചാരിച്ചാലേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് കലിയുഗത്തില് ഭഗവാൻ നാമത്തിന്റെ രൂപത്തിൽ അവതരിച്ചിരിക്കുന്നത്. കലികാലെ നാമരൂപേ കൃഷ്ണ അവതാര. ചൈതന്യ മഹാപ്രഭു അതാ പറഞ്ഞു. ഈ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്നുള്ള മന്ത്രത്തിന്റെ രൂപത്തില് ഭഗവാൻ അവതരിച്ചിരിക്കുന്നു. എന്താ കാരണം എന്ന് വെച്ചാല് മനസ്സിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന എല്ലാ അഴുക്കുകളെയും മാറ്റാൻ വേണ്ടി. ആരാണോ ഈ മഹാമന്ത്രം നിത്യേന ജപിക്കുന്നത് അവരുടെ മനസ്സ് കുറേശ്ശെ ക്ലിയർ ആവും. ചേതോദർപ്പണ മനസ്സെന്ന് പറഞ്ഞാൽ കണ്ണാടി പോലെയാണ്. മാർജനം എന്ന് പറഞ്ഞാല് കഴുകുക. ചേതോദർപ്പണ മാർജനം. ഭവമഹാദാവാഗ്നി നിർവാപണം. മനസ്സ് കഴുകുന്ന അല്ലാണ്ട് വേറെന്താ ചെയ്യാ? ദാവാഗ്നി നിർവാപണം. ദാവാഗ്നി എന്ന് പറഞ്ഞാല് കാട്ടുതീയാണ്. കാട്ടുതീ ആരും ഉണ്ടാക്കുന്നതല്ല. കാട്ടുതീ ഓട്ടോമാറ്റിക്കലി പൊട്ടിപ്പുറപ്പെടുന്നതാണ്. അപ്പൊ ഈ കാട്ടുതീ നശിപ്പിക്കാൻ ഉള്ള ശക്തി ഭഗവാന്റെ നാമത്തിനുണ്ടെന്നാ പറയുന്നത്. ചൈതന്യ മഹാപ്രഭു നമ്മളോട് പറഞ്ഞു തന്നിട്ടുള്ളത് നമ്മൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കണം. നവമഹാദാവാഗ്നി നിർവാപണം ശ്രേയ കൈരവചന്ദ്രികാ വിതരണം. നമുക്കപ്പോ വളരെ സൗഭാഗ്യങ്ങൾ ഉണ്ടാകും. ഈ മനസ്സിന്റെ അടിഞ്ഞുകൂടി കിടക്കുന്ന അഴുക്ക് പോയിട്ടും, അഴുക്കുകളെ കഴുകി കളഞ്ഞിട്ടും, അതുപോലെ ദാവാഗ്നി കാട്ടുതീയെ, ഭൗതികമാകുന്ന കാട്ടുതീയെ നശിപ്പിച്ചിട്ടും നമുക്ക് നിറയെ ഐശ്വര്യം ഉണ്ടാവും. ക്ഷയ കൈരവചന്ദ്രികാ വിതരണം വിദ്യാവധോ ജീവനം. അപ്പോ ഓട്ടോമാറ്റിക്കായിട്ട് ആരാണ് ഭഗവാൻ, എന്താണ് ഭഗവാനും നമുക്കുമായിട്ടുള്ള ബന്ധം, ഈ കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മനസ്സിൽ വെളിപ്പെടും. വിദ്യാവധോ ജീവനം ആനന്ദാംബുതി വർദ്ധനം പ്രതിപദം. അത് പ്രയാസമുള്ള കാര്യമില്ല, ആനന്ദം കൊടുക്കുന്ന കാര്യമാണ്. നമ്മൾ ആലോചിച്ച് നോക്കാം, എങ്ങനെയെങ്കിലും ജപിച്ചു തീർക്കണമല്ലോ എന്ന് പറഞ്ഞിട്ട് ഈ ജപമാലയിലെ മുത്തുകളെ തള്ളി നീക്കുകയാണെങ്കിൽ നമുക്ക് ഉറക്കം വരും, നമുക്ക് അനവധി ചിന്തകൾ വരും. പക്ഷേ ഈ ഹരേ കൃഷ്ണ മഹാമന്ത്രം
ജപിക്കുമ്പോൾ നമ്മൾ കേൾക്കും കൂടെ ചെയ്യണമെന്ന് വെച്ചോളൂ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഈ ഓരോ വാർത്തകളും ഓരോ നാമങ്ങളും നമ്മൾ കേൾക്കുമ്പോൾ എന്താ ഉണ്ടാവുക? നമുക്ക് അതിൽ സ്പിരിറ്റ് വരും, നമ്മുടെ ശ്രദ്ധ അതിലേക്ക് പോകും. നമ്മൾ രാവിലെ പ്രഭുപാദരുടെ കൂടെ ജപം ചെയ്യുന്നത് വളരെ ഉത്തമമായിട്ടുള്ളൊരു കാര്യമാണ്. പ്രഭുപാദ് ജപിക്കുന്നതും കേൾക്കാം, നമ്മൾ ജപിക്കുന്നതും കേൾക്കാം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ശ്രദ്ധ വരും. ആനന്ദാംബുധി വർദ്ധനം, അങ്ങനെ ശ്രദ്ധ വരുമ്പോൾ നമുക്ക് ആനന്ദം ഉണ്ടാവും, നമുക്ക് സന്തോഷം ഉണ്ടാവും. പ്രതിപദം പൂർണ്ണ അമൃതാസ്വാദനം, ഇതിന്റെ ടേസ്റ്റ് നമുക്ക് അറിയാനും സാധിക്കും. ഇതാണ് പറയുന്നത്. ഒരു ഡിവോട്ടി പ്രഭുപാദരോട് ഇതാണോ ചോദിച്ചത്രേ, ഈ ഒരു ടേസ്റ്റും ഇല്ലാണ്ട് ഇങ്ങനെ ജപിക്കുന്നതുകൊണ്ട് എന്താ അർത്ഥമല്ല? എനിക്കൊരു ടേസ്റ്റും കിട്ടില്ല, എങ്ങനെ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ജപിക്കണം എന്നല്ലാണ്ട് ഒരു ടേസ്റ്റും അറിയണില്ല, അതുകൊണ്ടൊരു പ്രയോജനം എനിക്ക് തോന്നുന്നില്ല, ഞാൻ പിന്നെ എന്തിനാ ജപിക്കണം എന്ന് പ്രഭുപാദരോട് ഒരാൾ ചോദിച്ചപ്പോ പ്രഭുപാദ് പറഞ്ഞു, 2 ഉണങ്ങിയ മരം ഉണങ്ങിയ വിറക് 2 ഇങ്ങനെ ഉരച്ചോണ്ടേ ഇരുന്ന് കഴിഞ്ഞാല് തീ വരുമോ? ശരിക്കും അരണി എന്ന് പറഞ്ഞ സാധനമുണ്ട്, അരണി കടയുക എന്ന് പറയും. പണ്ടൊക്കെ യാഗം ചെയ്യുമ്പോൾ അരണി കടഞ്ഞാൽ തീ എടുക്കണം, തീപ്പെട്ടി പോലും കൊണ്ട് ഉരച്ചിട്ട് എടുക്കുകയല്ല ചെയ്യുക. അപ്പൊ അരണി കടഞ്ഞ് തീ വരുത്താൻ വേണ്ടി ഒരു സ്പാർക്ക് തീയാ വരിക. ആ ഒരു സ്പാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് എത്ര നേരാ കടയുണ്ട്. അതുപോലെ 2 വിറകെടുത്ത് വെറുതെ ഇങ്ങനെ ഉരച്ചാൽ ഉടനെ തീ വരില്ല, തീപ്പെട്ടി ഉരയ്ക്കുന്ന പോലെ. അപ്പൊ അത് വരണമെങ്കിൽ എന്ത് ചെയ്യണം? കുറെ നേരം കണ്ടിന്യൂസ് ആയിട്ട് അതിങ്ങനെ ചൂടാവണം, അല്ലെ? വിറകിങ്ങനെ ചൂടായി വരുമ്പോൾ വിറകിന്റെ ഉള്ളിൽ തീയുണ്ട്, പക്ഷെ അത് പുറത്തേക്ക് വരാൻ വളരെയധികം പരിശ്രമിക്കേണ്ടിയിരിക്കണം. അതുപോലെ ഹരേ കൃഷ്ണ മഹാമുദ്ര ജപം തുടങ്ങുമ്പോൾ തന്നെ ഉടനെ നമുക്ക് കൃഷ്ണൻ നമ്മുടെ മുമ്പേ വന്ന് ഡാൻസ് കളിക്കൊന്നുമില്ല. അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ വന്ന് കണ്ടിന്യൂസ് ആയിട്ട് വളരെ പൊറുമയോടുകൂടി വളരെ പേഷ്യൻ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ അരണിക്കടയിൽ തുടർന്നുകൊണ്ടേയിരിക്കണം. എന്താ അരണിക്കടയിൽ? വീണ്ടും 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 ഉള്ള ഈ ജപം, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. നമുക്കറിയാം, ചെറിയ കുട്ടികള് ഒരു പാട്ട് പഠിക്കാൻ പറഞ്ഞാല്, ഒരു ശ്ലോകം പഠിക്കാൻ പറഞ്ഞാൽ എന്താ ചെയ്യുക? നമ്മളും ഒരു ശ്ലോകം പഠിക്കാൻ പറഞ്ഞാൽ എന്താ ചെയ്യുക? വീണ്ടും 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 അത് വായിച്ച് കുറച്ച് കഴിയുമ്പോൾ അത് മനസ്സിൽ എഴുതും, അല്ലെ? മനസ്സിൽ എഴുതപ്പെടും. അതുപോലെ ഈ ഹരേ കൃഷ്ണ മഹാമുദ്ര വീണ്ടും 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 ജപിക്കുമ്പോൾ എന്താ ഉണ്ടാവുന്നത്? ചേതോദർപ്പണ മാർജനം, മനസ്സാകുന്ന കണ്ണാടി ക്ലീൻ ആവും. കണ്ണാടി എന്ന് പറയാൻ കാരണം എന്താ? ഭഗവാൻ നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. നമ്മുടെ ഉള്ളിൽ തന്നെ ഇരിക്കണ പരമാത്മാവിനെ നമുക്ക് കാണാറാവും ഇങ്ങനെ ജപിക്കും തോറും. അപ്പോ അതിനെന്താ വേണ്ടത്? അതിന് ഭഗവാനും ഭഗവാന്റെ നാമത്തിനും വ്യത്യാസമില്ല എന്നുള്ള കാര്യം പൂർണ്ണമായിട്ട് മനസ്സിലാക്കണം. വേറെന്താ വേണ്ടത്? തൃണാദപിസുനീചേന തരോരിവ സഹിഷ്ണുന, ഏറ്റവും ഹംബിളായിട്ടിരിക്കണം, വളരെ എളിമയായിട്ടിരിക്കണം. അങ്ങനെ എളിമയായിട്ട് ഉള്ള മനോഭാവത്തോടു കൂടി എല്ലാവർക്കും ബഹുമാനം ആദരവ് കൊടുക്കാൻ തയ്യാറായിരിക്കുക. അവനവന് വേണ്ടിയിട്ട് ഒരാദരവും പ്രതീക്ഷിക്കാണ്ടിരിക്കുക. അങ്ങനെ ഒരു മനോഭാവം ഉണ്ടാവുമ്പോൾ അതൊക്കെ ഉണ്ടാക്കിയെടുക്കണം. കാരണം അതെങ്ങനെ അറിയാം? എനിക്ക് ആദരവ് വേണം എന്ന് ആഗ്രഹം ഉണ്ടോ എന്ന് എങ്ങനെ അറിയാം? നമ്മളെ മനസ്സിൽ ആ ആഗ്രഹം വരുമ്പോൾ ഉടനെ അത് മനസ്സിലാക്കിയിട്ട് ഇതെന്റെ പ്രശ്നമാണെന്ന് മനസ്സിലാക്കി നമ്മൾ സിൻസിയറായിട്ട് ഈ മനോഭാവത്തെ ഉണ്ടാക്കണം. എന്ത്? എളിമയായിട്ട് ജപിക്കാൻ. അങ്ങനെ എളിമയായിട്ട് ജപിക്കുന്ന ഒരു ഭക്തന് മാത്രമേ ഭഗവാനെ പിടിക്കാൻ പറ്റൂ. എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ടോ എന്തെങ്കിലും ഒരു ബിസിനസ്സിന് വേണ്ടിയിട്ടോ നമ്മൾ ഭഗവാന്റെ നാമം ജപിക്കുകയല്ല, നമ്മൾ ഭഗവാനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ജപിക്കണം. അപ്പോൾ ഭഗവാൻ വരും. ഇതാണ് ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപത്തിന്റെ ലക്ഷ്യം. ഭഗവാനെ നമ്മുടെ കൂടെ നിർത്തുക, ഭഗവാൻ എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവുക. ഒരിക്കലും ചാൻഡിങ് നിർത്താണ്ടിരിക്കുക. മനസ്സ് ജപിക്കുമ്പോൾ നമ്മുടെ മനസ്സ് അവിടെ ഇവിടെയൊക്കെ പോയിക്കൊണ്ടേയിരിക്കും. എന്താ ചെയ്യാ എന്ന് ചോദിച്ചാൽ എന്ത് പറയണം? പ്രഭുപാദരോട് ചോദിച്ചപ്പോൾ പ്രഭുപാദ് പറഞ്ഞു, ഒരു ഭക്തൻ പോയി പ്രഭുപാദരോട് ചോദിച്ചു, ഞാൻ ജപിക്കുമ്പോൾ മനസ്സ് എങ്ങനെ അലഞ്ഞു പോവുകയാണ്, അപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത്, എങ്ങനെയാ ജപിക്കേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ പ്രഭുപാദ് ഉത്തരം പറഞ്ഞത്, 1000 പ്രാവശ്യം അലയട്ടെ, മനസ്സ് 1000 പ്രാവശ്യം അലയട്ടെ, എങ്കിലും നമ്മൾ വീണ്ടും വീണ്ടും അത് ഭഗവാന്റെ അടുത്തേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം തുടർന്നുകൊണ്ടേയിരിക്കണം. ഭഗവാൻ കൃഷ്ണൻ ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിലുള്ള കൃഷ്ണൻ എന്താ ചെയ്യാ? നമ്മളുടെ എഫർട്ട് മനസ്സിലാക്കുക.
നമ്മുടെ പ്രയത്നം മനസ്സിലാക്കി നമ്മളെ അനുഗ്രഹിക്കുമ്പോൾ നമ്മുടെ മനസ്സ് ഒരു നിലയായിട്ട് നിൽക്കും. നമ്മുടെ മനസ്സ് വളരെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഏകാഗ്രമായിട്ട് നമ്മുടെ മനസ്സ് നിൽക്കും. ഇതാണ് പ്രഭുപാദ് കൊടുത്തുള്ള സിമ്പിൾ ഇൻസ്ട്രക്ഷൻ. ആ സിമ്പിൾ ഇൻസ്ട്രക്ഷൻ കേട്ട് അതനുസരിച്ച് ജപിച്ച ഒരു ഭക്തൻ, അദ്ദേഹം വലിയ മഹാനായിട്ടുള്ള ഭക്തനായി. ഏത് സാഹചര്യത്തിലും ഭഗവാന്റെ നാമം ജപിക്കാൻ പറ്റും എന്നുള്ള കണ്ടീഷനിലേക്ക് അദ്ദേഹം എത്തി. അതിന്റെ പേരാണ് ദിവ്യപൂജ്യ ശ്രീ ശ്രീമദ് ജയപതാക സ്വാമി മഹാരാജ്. അദ്ദേഹം ആണ് ഈ ചോദ്യം ചോദിച്ചത്. അപ്പൊ പ്രഭുപാദ് പറഞ്ഞു 1000 പ്രാവശ്യം അലയട്ടെ എന്ന്, തിരിച്ചു കൊണ്ടുവരും വീണ്ടും. അത് ഫോളോ ചെയ്യാം. ഈ മെത്തേഡ് ഫോളോ ചെയ്യുമ്പോൾ നമുക്ക് എന്താ ഉണ്ടാവണം എന്ന് വെച്ചാൽ നമുക്ക് ഭഗവാനെ കിട്ടും. അതുകൊണ്ട് എല്ലാവരും ജപിക്കുക, ആത്മാർത്ഥമായിട്ട് ജപിക്കുക. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഇത് ആത്മാർത്ഥമായിട്ട് ജപിക്കാൻ നോക്കുക. വെറുതെ ആരെങ്കിലും ഒരു പഴഞ്ചൊല്ലില്ലേ, ആക്കാനും വേണ്ടി ഓക്കാനിക്കുക എന്ന് പറയും. അതില്ലാണ്ട് ആരെങ്കിലും പറയുന്നത് കേട്ട് ജപിക്കണമല്ലോ എന്ന് വെച്ച് ജപിക്കാണ്ട് ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടാവണം എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമ്മൾ ജപിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടാവും. കാരണം ഈ ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിൽ ഭഗവാൻ ഉൾക്കൊണ്ടിരിക്കുകയാണ്, ഭഗവാൻ അതിൻ്റെ ഉള്ളിൽ ഇരിക്കുകയാണ്. അതുകൊണ്ട് ഈ നാമത്തിനും ഭഗവാനും വ്യത്യാസമില്ലാത്തത് കൊണ്ട് ഈ നാമജപം കൊണ്ട് നമുക്ക് നല്ലതേ വരൂ. നമുക്ക് ഭഗവാന്റെ ധാമത്തിലേക്ക് പോകാനുള്ള ഒരു അവസരം കിട്ടും. ഈ ഒരു വലിയ അവസരം നമുക്ക് കൊടുത്തത് ശ്രീ ചൈതന്യ മഹാപ്രഭുവാണ്. ആ ചൈതന്യ മഹാപ്രഭുവിന്റെ ഉപദേശങ്ങളെല്ലാം ലോകം മുഴുവനും എത്തിച്ച് നമുക്കെല്ലാം ഇന്നത് കയ്യിൽ വന്നിരിക്കുന്നത് പ്രഭുപാദരുടെ കാരുണ്യം കൊണ്ടാണ്. അതുകൊണ്ട് നമ്മള് പ്രഭുപാദരെ സ്മരിക്കുക, പ്രഭുപാദരുടെ പുസ്തകങ്ങളെല്ലാം വായിക്കുക, ഭഗവത്ഗീത വായിക്കുക, ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുക. ഇത് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യമാക്കാൻ പ്രാപ്തമായിട്ടുള്ളൊരു കാര്യമാണ്. ജീവിത ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ നല്ലോണം ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കണം. ഭക്തിവിനോദ് ഠാക്കൂർ പറഞ്ഞിട്ട് നാം ബിന കിച്ചു നഹിക്ക് ആരോ ചൗദ്ദ ഭുവനമാച്ചു. ഈ 14 ലോകത്തിലും നാമമല്ലാതെ മറ്റൊന്നും സാരമായിട്ടുള്ളതില്ല, ബാക്കിയെല്ലാം അസാരങ്ങളാണ്. അതുകൊണ്ട് ഈ ഭഗവാന്റെ നേരിട്ടുള്ള അസോസിയേഷൻ എല്ലാവരും സന്തോഷമായിട്ട് എടുത്ത് ഭഗവാനെ അതിൽ കാണാൻ ശ്രമിച്ച് ഭഗവാനെ അതിൽ കാണുക. ഇത് കിട്ടാത്തൊരു കാര്യമല്ല, ഇത് കിട്ടാൻ പറ്റുന്ന കാര്യമാണ്. അനവധി ഭക്തന്മാർ തെളിയിച്ചിട്ടുണ്ട്, നമുക്കും അത് പറ്റും എന്ന് വിചാരിച്ചു. ഹരേ കൃഷ്ണ.